ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ എന്താണ് ഈ കൊളസ്ട്രോൾ? എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുന്നത്? മരുന്ന് കഴിക്കാതെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ പറ്റുമോ? ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. പോയിന്റ് നമ്പർ 1, കൊളസ്ട്രോൾ എന്താണ്? കൊളസ്ട്രോൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമല്ല, വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ്. ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഓരോ സെല്ലുകളും ഹെൽത്തി ആവുകയുള്ളൂ, നമ്മളുടെ ബ്രെയിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, എല്ലാ സെൽസും ടിഷ്യൂസും നമ്മളുടെ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ള ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ, വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ, കുറേ തരം വേറെ വൈറ്റമിൻസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊളസ്ട്രോളാണ്. പക്ഷേ ചിലപ്പം കൊളസ്ട്രോളിൻ്റെ ലെവൽ നമ്മളെ ബോഡിയിൽ കൂടും. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കൊളസ്ട്രോളാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇനി പറയാനുള്ളത് HDL-ഉം LDL കൊളസ്ട്രോളിനെ പറ്റിയിട്ടാണ്. നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയാം, HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോളാണ്, LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ LDL കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ കോശങ്ങളിൽ നിന്നും അങ്ങോട്ട് കൊളസ്ട്രോളിനെ എത്തിക്കുന്നതാണ്. ലിവറിന് കൊളസ്ട്രോളിനെ ഉണ്ടാക്കിയിട്ട് ആ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഫംഗ്ഷനാണ് LDL കൊളസ്ട്രോൾ ചെയ്യുന്നത്. HDL കൊളസ്ട്രോൾ ചെയ്യുന്നത് തിരിച്ച് ഈ ഭാഗങ്ങളിൽ നിന്ന്, സെൽസിനും ടിഷ്യൂസിനും ഓർഗൻസിനും എല്ലായിടത്തുനിന്നും എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ തിരിച്ച് നമ്മളെ ലിവറിലേക്ക് എത്തിക്കും. അവിടുന്ന് കൊളസ്ട്രോളിനെ നമ്മളെ ബോഡിയിൽ നിന്ന് കളയാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് കൊളസ്ട്രോളാണ് HDL കൊളസ്ട്രോൾ. അതുകൊണ്ടാണ് HDL നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 2, കൊളസ്ട്രോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലാണോ അല്ലേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. കുറേ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, സിംറ്റംസ് ഓഫ് ഹൈ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ കൂടുന്നതിനെ കൊണ്ടല്ല സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ കൂടി കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ വേറെ പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഒരു ഭാഗം കുഴഞ്ഞു പോവുക, പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള കൊതപ്പ്, പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെ തോന്നുക, അങ്ങനത്തെ പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഈ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ആ സമയത്തായിരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവുന്നുണ്ട് മനസ്സിലാവുക. നിങ്ങൾക്ക് ഓൾറെഡി കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറയുന്ന ആ അളവിൽ ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നുണ്ടാവുക നിങ്ങളുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ ടെസ്റ്റ് ചെയ്യണമെന്ന്. ആ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പക്ഷേ ഇതുവരെ കൊളസ്ട്രോൾ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ 5 കൊല്ലം കൂടുമ്പോഴെങ്കിലും കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് അഡൽട്സിന്. കുട്ടികൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ഡിസീസ് അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും 10 വയസ്സാവുന്നതിന് മുമ്പേ ഒരിക്കലെങ്കിലും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 20 വയസ്സാവുന്നതിൻ്റെ മുമ്പേ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ട ഒരു ടെസ്റ്റാണ്. പോയിന്റ് നമ്പർ 3, ഇനി എന്തെല്ലാം കാരണങ്ങളും കൊണ്ടാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതെന്ന് പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് പുവർ ഡയറ്റാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിരിക്കില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. ഫൈബർ കണ്ടൻറ്റ് തീരെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അരിഭക്ഷണം വളരെയധികം പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. 3 നേരം അരിഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കംപ്ലൈൻറ്റും പറയില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അരിഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വെള്ള അരിയാണ്, അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് എന്ന് പറയും. വൈറ്റ് റൈസും ബ്രൗൺ റൈസും തമ്മിലുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ബ്രൗൺ റൈസിൽ കുറച്ച് ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ വരുന്നുണ്ട്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും, അത് ബ്രൗൺ റൈസ് ആണെങ്കിലും വോൾ ഗ്രെയിൻസ് വേറെ ഏതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ആണെങ്കിലും, അത് നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആയി ഡൈജസ്റ്റ് ചെയ്തിട്ട് ദഹനമൊക്കെ കഴിഞ്ഞ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കുറച്ച് എനർജി കൂടുതലെടുക്കും. അത് നേരിട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ആയാതെ ഗ്ലൂക്കോസായി മാറുന്നതിന് കുറച്ച് സമയം കൂടുതലെടുക്കും. നമ്മളെ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ലിവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, പാൻക്രിയാസും മറ്റ് എൻസൈംസ് എല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ബോഡിക്ക് നല്ലതുമാണ്. ഇതേ സമയം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയും കൊല്ലം നമ്മൾ കഴിക്കുന്ന ഈ വെള്ളരി ആണ് 2-3 നേരം കഴിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. അത് കൂടുതലും ലിവറിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രക്തക്കൊഴലിലൊക്കെ ആയിരിക്കും. ഈ രക്തക്കൊഴലിലൊക്കെ അങ്ങനെ അടങ്ങിക്കൂടുന്നത് അധികം LDL ആണ്. ഇതുകൊണ്ടാണ് LDL-നെ ബാഡ് കൊളസ്ട്രോൾ എന്നും പറയുന്നത്. ഇങ്ങനെ രക്തക്കൊഴലിൽ അടങ്ങിക്കൂടുന്ന കൊളസ്ട്രോൾ കാരണമാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിലും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. 10% കൂടുതൽ വരും. 10%ആണ് റെക്കമെൻഡഡ് പറയുന്നത് എല്ലാ ദിവസവും കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന വെളിച്ചെണ്ണ, ഗീ,
അല്ലെങ്കിൽ ബട്ടർ, എല്ലാ ദിവസവും റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പകരം കുറച്ചും കൂടി നല്ലത് അൺസാച്ചുറേറ്റഡ് ഫാറ്റിലേക്ക് മാറ്റുക, വെജിറ്റബിൾ ഓയിൽ ആക്കുക. പൊരിച്ച മീൻ, പൊരിച്ച ചിക്കൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ് അത് കഴിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കരുത്. നമുക്ക് എന്ത് എണ്ണയിലാണ് അത് പാചകം ചെയ്യുന്നതെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല. അത് കഴിക്കാതിരിക്കുക. ഫ്രൂട്ട് ജ്യൂസസ്, അതിൽ ഫൈബറും ഉണ്ടാവില്ല, പോരാത്തതിന് ആഡഡ് ആയിട്ടുള്ള കുറേ ഷുഗേഴ്സും ഉണ്ടാവും, അതും ഒഴിവാക്കുക. കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ വേറെ ഒരു കാരണം ഒബീസിറ്റിയാണ്. അതായത് നിങ്ങളുടെ വെയിറ്റ് വളരെയധികം കൂടുതലായിരിക്കും. BMI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിലോഗ്രാമും നിങ്ങളുടെ വെയിറ്റ് ഇൻ കിലോഗ്രാമും നിങ്ങളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സിൽ നോക്കിയിട്ട് ഒരു ചെറിയ ഇക്വേഷനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് 30 മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. പോരാത്തതിന് അതിൻ്റെ കൂടെ തന്നെ മറ്റ് പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. കൊളസ്ട്രോൾ ലെവൽ വല്ലാതെ കൂടുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത ശൈലിയാണ്. നമുക്ക് ആർക്കും ഇപ്പം എക്സസൈസ് ചെയ്യാനോ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനോ ഉള്ള സമയം കിട്ടുന്നില്ല, സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വെയിറ്റും കൂടും, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറി ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുന്നുകൊണ്ടിരുന്ന ഒരു ജോലി, ഇരിക്കുകയാണെങ്കിൽ അതേ സ്ഥലത്ത് പൊസിഷനിൽ ഇരുന്നുകൊണ്ടിരിക്കുക, ഒന്ന് എണീറ്റ് നിൽക്കുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതൊന്നും ചെയ്യുന്നില്ല. കുറേ സ്റ്റഡീസിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ, അതായത് ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ LDL കൊളസ്ട്രോളിൻ്റെ ഡെൻസിറ്റി കൂടുതലാക്കിയിട്ട് HDL ആക്കി മാറ്റാനും LDLനെ കുറച്ച് അതിൻ്റെ ഹാംഫുൾ ഇഫക്റ്റ് കുറയ്ക്കാനും പറ്റുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് മാത്രമല്ല, ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല, നിങ്ങളുടെ കംപ്ലീറ്റ് ഹെൽത്ത് തന്നെ മാറും നിങ്ങൾ ഡെയിലി ഇങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ളത് സ്മോക്കിങ്ങിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ റെഗുലറായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊളസ്ട്രോൾ ലെവലും വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ HDL കൊളസ്ട്രോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സ്മോക്ക് ചെയ്യുമ്പം നമ്മളുടെ രക്തക്കുഴലിൽ ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെ അവിടെ ക്ലോട്ട് ഉണ്ടാവാനും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മലയാളികൾക്ക് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പ്രമേഹ രോഗം, ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്. ഡയബറ്റീസിൽ നടക്കുന്നത് നമ്മളുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ വല്ലാതെ കൂടും. ഇങ്ങനെ ഉള്ള രോഗികൾക്കും കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. VLDL എന്ന് പറഞ്ഞ ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട്, അതായത് വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇതിൻ്റെ അളവ് വല്ലാതെ കൂടും. HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുകയും ചെയ്യും. പോരാത്തതിന് ഷുഗർ ലെവൽ കൂടുമ്പോൾ നമ്മളുടെ ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലിലൊക്കെ ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 4, ഇനി നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക, ഡോക്ടർ എഴുതി തരുന്ന ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് തെറ്റാണ്. ഡോക്ടർമാർ ടാബ്ലറ്റ്സോ മരുന്നോ തരുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ടേ തരുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത ശൈലി മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുക, നല്ല തരം ഹെൽത്തി ഡയറ്റ് കഴിക്കുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, വെള്ള അരി മാറ്റിയിട്ട് ബ്രൗൺ റൈസ് ആക്കുക, വോൾ ഗ്രെയിൻസ് വേറെ ഏതെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആക്കുക, ഓട്ട് മീലിലേക്ക് മാറുക, സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ച് കുറയ്ക്കുക, അതിന് പകരം വെജിറ്റബിൾ ഓയിലിലേക്ക് സ്വിച്ച് ചെയ്യുക. ഏറ്റവും നല്ലത് ഒളിവ് ഓയിലാണ്, പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. റെഡ് മീറ്റിന് പകരം കൂടുതൽ ഫിഷ് കഴിക്കുക, ഡയറി പ്രൊഡക്ട്സ് കുറയ്ക്കുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയുന്നതിന് മുമ്പേ നിങ്ങൾ ഡോക്ടറിനോട് ഒന്ന് ചോദിക്കുക. ഡോക്ടർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ബേക്കറി ഐറ്റംസിനോട് ബൈ പറയുക. ഫ്രൂട്ട് ജ്യൂസ് ഇനി കഴിക്കണ്ട. നല്ല തരം ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ പാചകം ചെയ്ത് കഴിക്കുക. ഹോട്ടലിൽ പോയി കഴിക്കാതിരിക്കുക. നിങ്ങളുടെ ജോലി ഇരുന്നുകൊണ്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാക്കുക. നിങ്ങളുടെ ഓഫീസ് 2nd ഫ്ലോറിലോ 3rd ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് സ്റ്റെപ്പ് നേരിട്ട് കയറുക. അത് കുറച്ച് ഫാസ്റ്റായിട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്ന എക്സസൈസ് എന്താണോ എന്ന് വെച്ചാൽ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിതെല്ലാം ചെയ്തു, നിങ്ങളുടെ ജീവിതശൈലിയെല്ലാം മാറ്റി നല്ല ഹെൽത്തി ഡയറ്റ് ആക്കി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും കൊളസ്ട്രോൾ ലെവൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഒന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡോക്ടർ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കാൻ പറയുള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രം കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ മറ്റ് കോംപ്ലിക്കേഷൻസ്, അതായത് ഡയബറ്റീസോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ അതിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, നിങ്ങളെ ഡോക്ടർ അതിൻ്റെ കൂടെ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഗുളിക കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇവിടെ എല്ലായിടത്തും ഡോഫുഡി അക്കൗണ്ട് ഉണ്ട്.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡയറക്റ്റ് മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എന്നോട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഡോക്ഫുഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഡോക്ഫുഡിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.